الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وصارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين صدق الله العظيم പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. അങ്ങനെ ജീവിച്ച് മരിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഒരു മാസത്തിലെ അതിവിശിഷ്ടമായ 10 ദിവസങ്ങൾക്ക് ശേഷം ബലിപെരുന്നാളിൻ്റെയും യൗമ തർവിയുടെയും എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പലവിധ തിരക്കുകൾ മൂലം പല ആളുകൾ എത്തിച്ചേർന്നിട്ടില്ല. എന്നാൽ പോലും നമ്മൾ നേരത്തെ എടുത്തൊരു ക്ലാസ്സിൻ്റെ തുടർഭാഗം ചർച്ച ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയും അതുവഴി ശാശ്വതമായ സ്വർഗവും ലഭിക്കുക എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യൻ്റെയും പരമമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കി വിജയികളായി സ്വർഗാവകാശികളാവുക എന്നുള്ളതാണ്. അള്ളാഹു തന്നെ പറയുന്നു വമൻ സുഹ്സിയ അനിന്നാരി ഫഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും
സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തവരാരോ അവരാണ് വിജയികൾ. അത്തരം വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ തുക. ഈ പുഷ്കലമായ ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് പരമമായി വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിലേക്ക് പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് 2-3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത്. അന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ശേഷം നമ്മൾ പറഞ്ഞിരുന്നു ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ ബാക്കിയുള്ള നമുക്കറിയാവുന്ന വിഷയങ്ങൾ കൂടി നമുക്ക് സംസാരിക്കാമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ഇതിൽ ഒരു തുടക്കമെന്ന നിലക്ക് സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കുകയും അവിടെ സന്തോഷകരമായി ആഹ്ലാദകരമായി അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു നൽകിയ മഹത്തായ ആ സൗഭാഗ്യത്തിൽ ഇങ്ങനെ സന്തോഷിച്ച് ഉല്ലസിച്ച് ആമോദിച്ച് ആ ഇരിക്കുന്നൊരു സന്ദർഭത്തിൽ പടച്ചവൻ പറയുകയാണ്, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട അതിദൗർഭാഗ്യവാന്മാരായ ആളുകളെ നോക്കിയിട്ട് അവർ ചോദിക്കും, അല്ല കൂട്ടരെ, എന്താണ് നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാനുണ്ടായ കാരണം? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് വിശുദ്ധരായ പ്രവാചകന്മാർ കാലാകാലങ്ങളിൽ നിങ്ങൾക്ക് ബഷീറൻ നദീറൻ സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീതുകാരുമായിട്ടുള്ള വിശുദ്ധരായ പ്രവാചകന്മാർ കാലാകാലങ്ങളിൽ വന്ന് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം പഠിപ്പിച്ച് തന്നിട്ട് പോലും അതനുസരിച്ച് ജീവിച്ച ഞങ്ങൾക്ക് സ്വർഗം ലഭിച്ചു, ഞങ്ങളിതാ ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിലെ പരമമായ ലക്ഷ്യമായ സ്വർഗത്തിൽ ഞങ്ങൾ വളരെയധികം സുഖാഡംബരങ്ങളിൽ സുഖാസ്വാദനങ്ങളിൽ, ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ പച്ചപ്പട്ട് വിരിച്ച സോഫകളിൽ അവൾ ചാഞ്ഞിരുന്നു കൊണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ, അത് ഫലവർഗ്ഗങ്ങളാകട്ടെ പാനീയങ്ങളാകട്ടെ എന്തുമാകട്ടെ, അങ്ങനെ ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ ഞങ്ങൾ വളരെ സന്തോഷത്തിലാകുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിലേക്ക് പോയത്? മാ സലക്കക്കും ഫീ സക്കർ, നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിലേക്ക് ആയിപ്പോയത് എന്ന് നരകത്തിൽ കിടക്കുന്ന മഹാദൗർഭാഗ്യവാന്മാരായ ഭൂമിയിൽ ധിക്കാരികളായി ജീവിച്ച അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പുല്ലുവില കൽപ്പിക്കാതെ തോന്നിയവാസമായി ജീവിച്ച് മരിച്ചുപോയ ആളുകളെ നോക്കിയിട്ട് സ്വർഗത്തിൻ്റെ അവകാശികൾ വളരെയധികം സന്തോഷകരമായൊരു ജീവിതം നയിക്കുന്ന ആ സന്ദർഭത്തിൽ ഈ നരകക്കാരെ കണ്ടിച്ച് അവർ ചോദിക്കും, മാ സലക്കക്കും ഫീ സക്കർ, എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ ആയിപ്പോയത്? അപ്പോൾ അവർ പറയുന്നൊരു മറുപടിയാണ് നാം വളരെ ശ്രദ്ധിക്കേണ്ടത്. സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹമുള്ള വലുതും ചെറുതുമായ എല്ലാ ആളുകളും, ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന എല്ലാ മനുഷ്യരും കൃത്യമായി മനസ്സിലാക്കുകയും അവരുടെ ഹൃദയത്തിൽ എഴുതി ചേർത്ത് വെക്കേണ്ട ഒരു വാക്യമാണെന്ത്? കാലു, ആ നരകത്തിലെ ദൗർഭാഗ്യവാന്മാരായ തിന്മകൾ കൊണ്ട് മൂടി നരകം അവകാശപ്പെട്ട ആ ആളുകൾ പറയും, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു. നിസ്കരിക്കാൻ പോകുന്ന ആളുകളെ കാണുമ്പോൾ ഞങ്ങൾ കളിയാക്കുമായിരുന്നു, ഒരു വലിയ നിസ്കാരക്കാരൻ. ഷുഐബ് നബിയെക്കുറിച്ച് ആ കാലഘട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞു, അവൻ്റെ നിസ്കാരമാണ് അവനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്, അളവിൽ തൂക്കത്തിൽ ഇതിലെല്ലാം കൃത്യമായി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ നിസ്കാരക്കാരൻ വന്നിരിക്കും, അവൻ്റെ നിസ്കാരമാണ് അവനെ കൊണ്ട്. നമ്മളിപ്പോൾ പറയാറില്ലേ ഭയങ്കര വലിയ നിസ്കാരക്കാരനാണെന്ന് ചില ആളുകളെ കുറിച്ചൊക്കെ. അതേപോലെ ഞങ്ങൾ നരകത്തിലാകാനുള്ള മെയിനായിട്ടുള്ള സുപ്രധാനമായൊരു കാര്യം ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു. ഇപ്പോൾ പുതിയൊരു പ്രവണതയാണ് മതത്തിൻ്റെ മൂല്യങ്ങളെ മുഴുവനും നിഷേധിക്കുക എന്ന ഒരു പ്രവണത. പുതിയ എക്സ് മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാത്തവരാകട്ടെ എല്ലാവരുടെയും ഒരു പ്രവണതയാണ് നമസ്കാരത്തെ നിഷേധിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും മുസ്ലിമും അമുസ്ലിമുമായി വേർതിരിക്കപ്പെടുന്ന ഒരു മാനദണ്ഡം, ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമസ്കാരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമസ്കാരത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് ഖിയാമത്ത് നാളിൽ അവൻ്റെ വിധി അല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ വിചാരണ ചെയ്യുന്ന സമയത്ത് ആദ്യമായി വിചാരണ ചെയ്യുന്ന നമസ്കാരത്തെക്കുറിച്ചായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് തൻ്റെ 2 അനുചരന്മാരുടെ തോളത്ത് ഇങ്ങനെ 2 കൈ വെച്ചിട്ട് നടക്കാൻ പറ്റാഞ്ഞിട്ട് പോലും തോളിൽ താങ്ങി അള്ളാഹുവിൻ്റെ റസൂല് ആ മസ്ജിദിൽ രബിയുടെ പള്ളിയിലേക്ക് കാലിങ്ങനെ നിലത്തിങ്ങനെ വലിച്ച് ആ തള്ളവിരലുകൾ നിലത്തിങ്ങനെ പാടുകളുണ്ടാക്കി തോളിൽ വന്നിട്ട് പോലും നമസ്കരിക്കാൻ വേണ്ടി വന്നിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം പോയി, നമസ്കാരത്തിൻ്റെ സമയമായോ എന്ന് ബോധം തെളിഞ്ഞപ്പോൾ അസ്വലാത്ത് അസ്വലാത്ത് എന്ന് വിളിച്ചോ, അത്രയും പവിത്രമായൊരു നമസ്കാരം ഞങ്ങൾ ചെയ്തില്ല, അതിൻ്റെ പരിണിതമായൊരു ഫലം ഞങ്ങൾ നരകത്തിലായിപ്പോയി, നരകത്തിലെ അതികഠിനമായ കഠോരമായ ശിക്ഷകൾ ഞങ്ങൾക്കിപ്പോൾ ഏറ്റുവാങ്ങുവാനുള്ള ഏറ്റവും വലിയ തെറ്റ് ഞങ്ങളിൽ നിന്ന് വന്നത് ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ നമ്മുടെ മക്കൾ ഉൾപ്പെടെയുള്ള വീട്ടിലുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മക്കൾ നമസ്കരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടുകാർ നമസ്കരിക്കുന്നുണ്ടോ? ഞാൻ മാത്രം പള്ളിയിൽ പോയതുകൊണ്ട് മാത്രം ആ ഒരു കുടുംബ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബം എന്ന ഒരു സൊസൈറ്റിയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ആ ഒരു ഘടകം പൂർണ്ണമാകുകയില്ല. നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ നമസ്കരിക്കണം. സുബഹി 3:52 ബാങ്ക് വിളിക്കുന്നത്. 4:12 നിസ്കാരം തുടങ്ങി 4:20 നിസ്കാരം തീരും. വളരെ നേരത്തെയാണ് സുബഹി. രാത്രി 1 മണിക്കും 2 മണിക്കുമൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ നോക്കിയാൽ പലരുടെയും സ്റ്റാറ്റസ് ടൈം 1:10, 1:20ഒക്കെയാണ്. പിന്നെ അവരുടെ പിന്നത്തെ സമയം കാണിക്കുന്നത് രാവിലെ 11 മണിക്കാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന 1 മണിക്ക് ശേഷം കിടന്നുറങ്ങുന്നവർ 11 മണിക്കൊക്കെയാണ് പിന്നോട്ടിരുന്നതാണ്. അങ്ങനെയുള്ള നിങ്ങളെ കാര്യമല്ല ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊരു കാര്യം മനസ്സിലാക്കിയ സുബഹിക്ക് കൃത്യമായി ജമാഅത്ത് പോയി പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവർ, ഇഷാ നമസ്കരിക്കുന്നവർ, പള്ളിയിൽ പോയി ജമാഅത്തായി ഇമാമിനോടൊപ്പം ഇഷാ നമസ്കരിച്ചതിന് ശേഷം സുബഹി നമസ്കാരവും ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ദിമ്മത്തിലായിരിക്കും, അവർ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും. ആ രാത്രി മുഴുവനും അവർ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും. മാത്രമല്ല സുബഹി കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുന്നവർക്ക് പിന്നീട് അവരുടെ പകലുകളിൽ പ്രത്യേകമായൊരു ബർക്കത്തുണ്ടാകും. അതല്ലാത്തവർക്കറിയാം, ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ സുബഹി നമസ്കാരം അന്നില്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും. ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും തന്നെ, ഫോണിൽ പ്രശ്നങ്ങൾ, വീട്ടിൽ പ്രശ്നങ്ങൾ, നാട്ടിൽ പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്തെ മുഴുവൻ പ്രശ്നങ്ങൾ. ഏതെങ്കിലും ഒരു ദിവസം സുബഹി അവിചാരിതമായി ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹുവിൻ്റെ ബർക്കത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകും. പൈശാചികമായ പ്രേരണകളാൽ നമ്മളെ പിശാച് ഈ കഠിനമായ ചൂടുള്ള സമയത്ത് AC-യുടെ കുളിർമയിൽ നാം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പിശാച് പറയും ആയിട്ടില്ല, സമയമുണ്ട്, എഴുന്നേക്കണ്ട എന്ന് പറഞ്ഞ് പിശാച് നമ്മളെ വീണ്ടും വീണ്ടും ഉറങ്ങിപ്പോകുവാനുള്ള പരിശ്രമത്തിൽ പിശാചിൻ്റെ പൈശാചികമായ പ്രേരണയാൽ നമ്മളെങ്ങാനും ഉറങ്ങിപ്പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ശാശ്വതമായ സ്വർഗമായിരിക്കും. ഇതൊരു സൂചനയാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ മറ്റെല്ലാ ജമാഅത്ത് നമസ്കാരങ്ങളും ഇതുപോലെ തന്നെയാണ്. ശേഷം വരുന്നുണ്ട് 2 നമസ്കാരങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നരകത്തിൽ പോകുവാനായിട്ടുള്ള പ്രഥമവും പ്രധാനവുമായ കാരണമായി നരകാവകാശികൾ നാളെ സ്വർഗാവകാശികളോട് പറയുന്ന ഒരു രംഗം നമ്മളെ അള്ളാഹു ഇന്നേ പഠിപ്പിച്ചു തരികയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ആയിപ്പോകാതിരിക്കുവാൻ വേണ്ടി. പിന്നെയോ വലം നകു നുത്ഇമുൽ മിസ്കീൻ, അഗതികൾക്ക്, അനാഥകൾക്ക്, ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയില്ലെന്ന് മാത്രമല്ല അതിനൊരു പ്രോത്സാഹനം പോലും കൊടുക്കാത്തവരായിരുന്നു ഞങ്ങൾ. നിസ്കരിക്കുക എന്നുള്ളതിനേക്കാളും അത്രയും പ്രാധാന്യം തന്നെയാണ് അഗതികൾക്ക്, പാവപ്പെട്ടവന്, വിശക്കുന്നവന്. അതാരാണെങ്കിലും മതമോ ജാതിയോ വർഗമോ വർണ്ണമോ രാഷ്ട്രമോ ഭാഷയോ ഒന്നുമല്ല, ഒരു മനുഷ്യൻ, ഒരു ജീവി ആ വിശക്കുന്ന സന്ദർഭത്തിൽ അതിന് ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അങ്ങേയറ്റം സ്വർഗം ലഭിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ നരകത്തിൽ പ്രവേശിച്ച അതിക്രൂരന്മാരായ നിഷ്ഠൂരന്മാരായ ആളുകൾ സ്വർഗാവകാശികളോട് വിലപിച്ച് നെഞ്ചത്തടിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല, പാവപ്പെട്ടവർക്ക്, അഗതികൾക്ക്, അശരണരായവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല.
അതിനാൽ ഞങ്ങളിപ്പോൾ നരകത്തിലായി, ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പം അതുകൊണ്ട് സത്യവിശ്വാസികളായ ആൾക്ക്, മുഅ്മിനുകൾക്ക്, മുസ്ലിമുകൾക്ക്, മുവഹിദുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് താക്കീത് നൽകുന്നു. നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കരുത്. അഗതികൾക്കും അനാഥകൾക്കും അശരണർക്കും പാവപ്പെട്ടവർക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഭക്ഷണം ആവശ്യമുള്ള എല്ലാവർക്കും നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നു. സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് മറ്റൊന്ന്, ഫർള് നമസ്കാരങ്ങൾ ജമാഅത്തായിട്ട് പള്ളിയിൽ പോയി നിർവഹിക്കണം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാൽ ഒരു പക്ഷേ നമ്മൾക്ക് ഏതെങ്കിലും കാരണവശാൽ പള്ളിയിൽ പോയൊരു ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല എങ്കിൽ അത് അള്ളാഹുവും നമ്മളും തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട ഇടപാടാണ്. പക്ഷേ വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത്, ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമായി പള്ളിയിൽ പോയി തന്നെ നമസ്കരിക്കണമെന്നാണ്. അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം അന്ധനായൊരു മനുഷ്യനായിരുന്നു, കണ്ണ് കാണാത്തൊരു മനുഷ്യനായിരുന്നു. ഇതേപോലെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത മദീനത്തെ പള്ളിയിലേക്ക് അങ്ങേയറ്റത്തെ ദൂരത്ത് നിന്ന് അദ്ദേഹം ആ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് കണ്ണ് കാണാത്തൊരു മനുഷ്യൻ പള്ളിയിലേക്ക് വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവുണ്ടോ, സുബഹിക്കും ഇശായ്ക്കും ഒക്കെ വലിയ കഷ്ടപ്പാടാണ്, അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് പള്ളിയിൽ ജമാഅത്തിൽ എത്തിച്ചേരുവാനെന്ന് അന്ധനായ ആ സഹാബി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അനുവാദം ചോദിച്ചു. പ്രവാചകൻ അതിന് ആദ്യമേ ഒന്നും മറുപടിയൊന്നും പറഞ്ഞില്ല. ഈ മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയിൽ അന്ധനായൊരു മനുഷ്യൻ രാത്രിയുടെ കൂരിരുട്ടിൽ തപ്പിത്തടഞ്ഞ് പള്ളിയിലേക്ക് വരുന്നതിൻ്റെ പ്രയാസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യനോട് ആദ്യമേ ഒന്നും മറുപടി പറഞ്ഞില്ല. പക്ഷേ പ്രവാചകൻ ആ മനുഷ്യനോടൊരു കാര്യം എടുത്തു ചോദിച്ചു. നമ്മളോട്, നമ്മുടെ ഹൃദയത്തോട് നാം ചോദിക്കേണ്ട ഒരു ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനോട് ചോദിച്ചു, താങ്കൾ ബാങ്ക് കേൾക്കാറുണ്ടോ? നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ പള്ളി മിനാരങ്ങളിൽ നിന്ന് ഉയരുന്ന ബാങ്കുലികൾ കേട്ടിട്ട് ആ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഉയരുന്ന ബാങ്കുലിക്ക് മറുപടി നൽകുവാൻ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നില്ല എങ്കിൽ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം എന്ന അന്ധനായ സഹാബിക്ക് ഉണ്ടായ സൗകര്യക്കുറവുകളൊന്നുമില്ലാത്ത ഏറ്റവും നല്ല ആരോഗ്യവും കണ്ണുകാണുമെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് എന്ത് മറുപടിയാണ് ഉണ്ടാകുന്നത്? ഓരോ വക്കത്തിലും ജമാഅത്ത് നമസ്കാരം പള്ളിയിൽ നടക്കുമ്പോൾ ആ പള്ളിയിൽ പോകുവാനുള്ള ഉദ്റ് എന്ത് കാരണമാണ് നമുക്ക് പറയുവാനുള്ളത്? അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂബിന് ഒരു കാരണമുണ്ടായിരുന്നു. കണ്ണു കാണാത്ത പ്രായമായ അവശതകളുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്താണ് നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാനുള്ള ഒരു ഉദ്റ്? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്തിന് പോകാതിരിക്കുവാൻ എന്ത് കാരണമാണ് നമുക്കുള്ളത്? അള്ളാഹു പറയുകയാണ്, വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വർകഉ മഅർ റാക്കിഈൻ. പുരുഷന്മാർ 5 നേരത്തെ നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ടാണ് നിർവഹിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അതിനുള്ളൊരു സൂചനയാണ്, വഅഖീമുസ് സ്വലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, വആതുസ് സകാത്ത, സകാത്ത് കൊടുക്കണം, വർകഉ മഅർ റാക്കിഈൻ, നിങ്ങൾ ഒറ്റക്കല്ല നിസ്കരിക്കേണ്ടത്. പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കണം. അതിന് നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വമ്പിച്ചൊരു ഓഫർ നൽകിയിട്ടുണ്ട്. ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പുണ്യം നിങ്ങൾക്ക് ലഭിക്കും. 5 നേരത്തെ നമസ്കാരങ്ങൾ ഒരു മനുഷ്യൻ കൃത്യമായി പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ആ മനുഷ്യനിൽ നിന്ന് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ 27x5 ഇരട്ടി പ്രതിഫലം ഓരോ വക്കത്തുകളിലും ഓരോ ദിവസവും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ പോകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? പണിയെടുക്കേണ്ടി വരും. ഒന്നും ചെയ്യാതെ പണ്ടൊരാൾ പറഞ്ഞതുപോലെ ഷഹീദിൻ്റെ കൂലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുക പോലും ചെയ്യാതെ ഷഹീദിൻ്റെ കൂലി കിട്ടുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറിപ്പോകരുത്. അപ്പോൾ ഫർള് നമസ്കാരങ്ങൾ ഏറ്റവും കുറഞ്ഞത് എല്ലാ ജമാഅത്തുകളിലും പോയി പങ്കെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. മനുഷ്യനെന്ന നിലക്ക് പല അസൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് അള്ളാഹുവും നമ്മളും തമ്മിൽ പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവും നമ്മളും തമ്മിൽ ഇടപാടുകൾക്ക് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു തരും. അത് നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അള്ളാഹു റഹ്മാനാണ്, റഹീമാണ് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ തമ്മിൽ അത് സുൽഹാകുന്നത് വരെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അത് ചെന്നു കഴിഞ്ഞാൽ അള്ളാഹു അതിനെക്കുറിച്ചൊന്നും
ഇടപെടുകയില്ല. മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, നമ്മൾ പലരെക്കുറിച്ചും ഗീബത്ത് പറയാറുണ്ട്, നമീമത്ത് പറയാറുണ്ട്, കുറ്റം പറയാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ഒച്ചയെടുക്കാറുണ്ട്, തമ്മിൽ തർക്കിക്കാറുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരസ്പരം പറഞ്ഞ് ഇവിടെ വെച്ച് തന്നെ തീർത്തിട്ട് വേണം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുവാൻ. അള്ളാഹുവും നമ്മളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അത് അള്ളാഹുവും നമുക്കും തമ്മിൽ നേർക്ക് നേരെ തീർക്കാം. മനുഷ്യർ തമ്മിലുള്ള കൊടുക്കവാങ്ങലുകൾ, കുറ്റപ്പെടുത്തലുകൾ അതെല്ലാം പരസ്പരം പറഞ്ഞു തീർത്ത് എനിക്കും നിങ്ങൾക്കും തമ്മിൽ യാതൊരു പ്രശ്നമുണ്ടാക്കരുത്, എൻ്റെയും നിങ്ങളുടെയും എൻ്റെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് പുറത്തു തരണമെന്ന് പരസ്പരം പറയുകയും, അങ്ങനെ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്കറിയില്ല. ലണ്ടനിലേക്ക് പോകുവാൻ വിമാനം കയറി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് 10 മീറ്റർ പോലും പോയപ്പോൾ ആ വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ 41 ആളുകളും താഴെ പഠിക്കാൻ പോയി ഡോക്ടറാകണമെന്നുള്ള പ്രതീക്ഷയിൽ ഭക്ഷണം കഴിക്കുന്ന ഉച്ചക്ക് ഹോസ്റ്റലിൽ വന്ന ഇതൊന്നും അറിയാതിരുന്ന ഒരുപാട് ആളുകൾ ഒരു നിമിഷം കൊണ്ട് മരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്കറിയില്ല എപ്പോഴാണ് നമ്മൾ മരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഇന്നല്ല നാളെ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് ഈ ഗൈഡൻസ് ലഭിക്കും. പറയുന്നത് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇന്നത്തേത് നാളത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കുക എന്നുള്ളത്. ശരിക്കും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യവും ഇപ്പോൾ ചെയ്യേണ്ട ഏതൊരു കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കണം. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ മനുഷ്യർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക എത്രയും പെട്ടെന്ന്. അള്ളാഹുമായിട്ടുള്ള കാര്യങ്ങൾ നീയും അള്ളാഹും ഒറ്റക്കാകുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് ആകാശത്തേക്ക് കൈ ഉയർത്തി അള്ളാഹുവെ പുറത്തു തരണമേ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, നീയല്ലാതെ പുറത്തു തരുവാൻ ആരുമില്ല, നീ ഗഫൂറാണ്, റഹീമാണ്, റഹ്മാനാണ് റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പുറത്തു തരുവാൻ 24 മണിക്കൂറും സന്നദ്ധനായിട്ട് അള്ളാഹു ഇരിക്കുന്നു. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയുന്ന അള്ളാഹു വലിയ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങൾ പള്ളിയിൽ പോയി നമസ്കരിക്കുവാൻ തന്നെ എല്ലാവരും പരിശ്രമിക്കുക. മറ്റൊന്ന്, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള റവാത്തിബ് നമസ്കാരങ്ങളുണ്ട്. നിർബന്ധ നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾക്കാണ് റവാത്തിബ് നമസ്കാരം എന്ന് പറയുന്നത്. ഈ റവാത്തിബ് നമ്മൾ പലപ്പോഴും കണ്ട റാത്തീബ് എന്ന് വന്നത് ഈ റവാത്തിബ് എന്ന പദത്തിൽ നിന്നാണ്. എന്തെങ്കിലും ആട്ടെ, ഇൻഷാ അല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹാ പറയുകയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാബറ അലാ 12 റകഅത്തൻ ഫിൽ യൗമി വൽ ലൈല ദഖലൽ ജന്ന 4 ഖബ്ല അൽ-ളഹർ വറകഅത്തൈനി ബഅദഹ വറകഅത്തൈനി ബഅദൽ മഗ്രിബ് വറകഅത്തൈനി ബഅദൽ ഇശാ വറകഅത്തൈനി ഖബ്ല ഫജ്ർ. ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മ റിപ്പോർട്ട് ചെയ്യുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ രാവിലും പകലിലുമായിട്ട് 12 റക്അത്ത് നമസ്കാരം താല്പര്യപൂർവ്വം നിത്യമായി നിർവഹിച്ചാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഓഫറാണ്. നമുക്ക് സ്വർഗം ലഭിക്കണമെന്നാണ് നമ്മുടെ പരമമായ ലക്ഷ്യവും ആഗ്രഹവും. അതിനുള്ള പ്രവർത്തനങ്ങളുമാണ് നാം ചെയ്യുന്നത്. അപ്പോൾ 12 റക്അത്ത് ഒരു മനുഷ്യൻ കൃത്യമായി സുന്നത്ത് നമസ്കരിക്കുകയാണെങ്കിൽ സ്വർഗം അള്ളാഹു നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇനി ഈ 12 റക്അത്തിൻ്റെ കണക്ക് ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബഹിക്ക് മുമ്പ് 2. സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്തിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മഹത്വങ്ങൾ വർണ്ണിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം, ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടോ അതിൻ്റെ അത്രയും, അതായത് ഈ ഭൂമിയിലുള്ള സുഖസൗകര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത്രയും തന്നെ ഈ 2 സുന്നത്ത് നമസ്കാരങ്ങൾക്ക് അള്ളാഹു ഓഫർ ചെയ്തിട്ടുണ്ട്. ഒരു ഭൂമിയിലുള്ള സകല കാര്യങ്ങളും അത്രയും വലിയ വിശാലമായ പ്രതിഫലമാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ സുബഹി ജമാഅത്തിൻ്റെ പ്രതിഫലം എന്തായിരിക്കും? അള്ളാഹു വളരെ അക്ബർ, വിശാലനാണ്, മഹത്തായ ഇതിന് സിംഹാസനത്തിന് ഉടമസ്ഥനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അവൻ്റെ പ്രതാപത്തിനും അവൻ്റെ ജമാലിയത്തിനും ജലാലിയത്തിനും എല്ലാം ഉതകുന്ന രൂപത്തിലായിരിക്കും അള്ളാഹു പ്രതിഫലം നൽകുന്നത്. നമുക്കത്തരം പ്രതിഫലം ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സുബഹിയും അസറും ജമാഅത്തായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 2 നമസ്കാരങ്ങൾ കൃത്യമായി ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്, മൻ സ്വല്ലൽ ബർദൈൻ ദഖലൽ ജന്ന,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ ബിൻ അബി മൂസ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്തൊരു ഹദീസിൽ പറയാണ്, ആരെങ്കിലും ബർദൈൻ നമസ്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്താണ് ബർദൈൻ? ബുർദ എന്നൊക്കെ നമ്മൾ കേട്ട പുതപ്പിനാണ് സാങ്കേതികമായി ഭാഷാർത്ഥത്തിൽ ബുർദ എന്നൊക്കെ പറയുന്നത്. ബർദൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർ ഇപ്പോൾ പ്രത്യേകിച്ച് ഗൾഫിലുള്ള ആൾക്കാരും നാട്ടിലുള്ളവരൊക്കെ സുബഹിയുടെ സമയത്ത് മൂടിപ്പുതച്ച് ഉറങ്ങുന്ന സുഖകരമായ ഒരു ഉറക്കം കിട്ടുന്ന ഒരു സമയമാണ്. ഒരു വെളുപ്പിന് 3-4 മണി എന്നൊക്കെ പറഞ്ഞാൽ ഈ AC ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉറക്കത്തിൽ നിന്ന് തിരിഞ്ഞു വരുമ്പോൾ കാലുമേൽ നിന്ന് ഈ ബ്ലാങ്കറ്റൊക്കെ മാറിപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഒന്നും കൂടി ഉറങ്ങാൻ വളരെ ഉത്സാഹമുള്ള വളരെ സുഖകരമായ ഒരു ഉറക്കം കിട്ടുന്ന ഒരു സമയമാണ്. നാട്ടിൽ നല്ല മഴയുള്ള കുളിരുള്ള സമയത്ത് പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടി കിടക്കാൻ പറ്റുന്ന ഒരു സമയം. അതേപോലെ തന്നെ ലുഹറിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് വന്ന് ഉറങ്ങുന്ന ഒരു അസറിൻ്റെ സമയം. ഇത് രണ്ടുമാണ് ബർദൈൻ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് സുബഹി നമസ്കാരം അസർ നമസ്കാരവുമാണ്. സുബഹി നമസ്കാരം രാത്രി ഉറക്കത്തിലും അസർ നമസ്കാരം ഉച്ചയുറക്കത്തിലും പെട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. അലസന്മാരല്ലാത്തവർക്കും സ്വർഗം ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഉറക്കത്തേക്കാൾ ഉത്തമമാണ് നമസ്കാരം എന്ന ബോധത്തോടെ എഴുന്നേറ്റ് നമസ്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ സ്വർഗം ലഭിക്കുവാൻ, നരകത്തിൽ നിന്ന് രക്ഷ നേടുവാൻ എഴുന്നേറ്റ് വരണമെന്ന് തത്തജാഫ ജുനൂബുഹും അനിൽ മലാജിഇ എന്ന് സൂറത്തിൽ യാസീനാന്ന് തോന്നുന്നു, അത് സൂറത്തിൽ സജദയിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ഉറക്കിൽ നിന്ന് വിരിപ്പിൽ നിന്ന് അവർ അള്ളാഹുവിനെ പേടിച്ചിട്ട് അവരുടെ കിടപ്പറകളിൽ നിന്നും അള്ളാഹുവിൻ്റെ പേടിച്ച് അവർ നമസ്കാരത്തിലേക്ക് കടന്നു വരുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വർഗം പ്രതിഫലം ലഭിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഉദൂഇന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്. ഇത് വലിയൊരു വിഷയമായിട്ട് തന്നെയാണ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിരുന്നത്. അതായത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുബഹി നമസ്കാരത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ട ബിലാലെ, താങ്കൾ എന്ത് പ്രവർത്തനമാണ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് സ്വർഗം ലഭിക്കുവാൻ ഞങ്ങൾ ചെയ്യുന്നതിനേക്കാളും എന്ത് പ്രവർത്തനമാണ് കൂടുതൽ ചെയ്യുന്നത്? കാരണം താങ്കളുടെ ചെരിപ്പടി സ്വർഗത്തിൽ താങ്കൾ ചെരിപ്പിട്ട് നടക്കുന്നതിൻ്റെ ആ ചെരിപ്പടി ശബ്ദം ഞാൻ കേട്ടിരിക്കുന്നു. ഞങ്ങളെക്കാൾ മുമ്പ് സ്വർഗത്തിൽ പ്രവേശിച്ച് ഞങ്ങളുടെ മുമ്പ് സ്വർഗത്തിലൂടെ ചെരിപ്പിട്ട് നടക്കുന്ന ഒരു ബിലാലിനെ ഞാൻ കാണുന്നു. ആ ഒരു പദവിയിലേക്ക് താങ്കൾ എത്തിച്ചേരുവാൻ എന്ത് പ്രവർത്തനമാണ് ഞങ്ങളെക്കാൾ കൂടുതൽ താങ്കൾ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ബിലാൽ വളരെയധികം ഭവ്യതയോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഞാൻ സ്വർഗത്തിൽ ചെരിപ്പിട്ട് നടക്കുവാൻ മാത്രം മഹത്വവൽക്കരിക്കപ്പെട്ടുന്ന ഒരാളായി പ്രവാചകൻ പറഞ്ഞ സന്തോഷത്താൽ, ആ ഒരു ബഹുമാനത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെയധികം ഭവ്യതയോട്, അല്ലാഹുവിൻ്റെ റസൂലേ, ഒരു കാര്യവും ഞാൻ അങ്ങ് ചെയ്യുന്നതിനേക്കാൾ, നമ്മുടെ സഹാബയെ കിറാമ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ സ്ഥിരമായി ചെയ്യാറുണ്ട്. എപ്പോഴും ഞാൻ ഉളു എടുത്താലും എപ്പോഴെല്ലാം ഞാൻ ഒതു എടുക്കുന്നുവോ പരിപൂർണമായി ആ ഒതുവിൻ്റെ സിഫത്തുകളും ഷർത്തുകളും എല്ലാം പൂർണ്ണമായി ഒതു ചെയ്തിട്ട് ശേഷം 2 റക്അത്ത് ഞാൻ നമസ്കാരം, അത് എപ്പോൾ ഒതു എടുത്താലും അതെ, ആ ഒരു കർമ്മം മാത്രമാണ് എൻ്റേതായിട്ട് ഞാൻ കൂടുതൽ ചെയ്യുന്നതായിട്ട് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ സ്പെഷ്യലായി ചെയ്യുന്നൊരു കാര്യം എപ്പോൾ ഒതു എടുക്കുന്നു ആ ഒതു എടുത്തതിന് ശേഷം ഞാൻ 2 റക്അത്ത് നമസ്കരിക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ ഞങ്ങളെക്കാൾ മുമ്പെല്ലാം നടന്നു പോകുവാൻ കയറുവാൻ അള്ളാഹു നിങ്ങളെ അർഹനാക്കിയത് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ നാം മനസ്സിലാക്കുക, എപ്പോൾ നമ്മൾ ഉളു എടുത്താലും ഒരു 2 റക്അത്ത് ഉളുവിൻ്റെ സ്കരം, പള്ളിയിൽ കയറുമ്പോൾ തഹിയ്യത്ത് സ്കരം, നമ്മൾ പരസ്പരം 2 മുസ്ലിമീങ്ങൾ തമ്മിൽ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും, അതിന് തഹിയ്യത്തിൻ്റെ സലാം എന്ന് പറയും. പക്ഷേ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അള്ളാഹു അസ്സലാമു അലൈക്കും എന്ന് പറയാറില്ല. അതിന് പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത്? പള്ളിയിൽ ചെല്ലുമ്പോൾ 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ തഹിയ്യത്ത് നമസ്കരിക്കാറുണ്ട്. അതേപോലെ തന്നെ വുദു ചെയ്യുമ്പോഴെല്ലാം 2 റക്അത്ത് നമസ്കരിക്കുക. ഇതിൻ്റെയൊക്കെ പ്രതിഫലം എന്ന് പറയുന്നത് വമ്പിച്ച പ്രതിഫലമാണ്. സ്വർഗത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്ന ഒരു പ്രവർത്തനമാണ് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ മഹത്തായ പ്രവർത്തനങ്ങളുടെ പ്രതിഫലമെന്ന നിലക്ക് നമുക്ക് ലഭിക്കാൻ പോകുന്നത് വുദു ചെയ്തതിന് ശേഷമുള്ള 2 റക്അത്ത് നമസ്കാരങ്ങൾ എല്ലാവരും പതിവാക്കുക. ബാങ്ക് വിളിച്ചിട്ടില്ലല്ലോ. ഇനി അടുത്തത്, നമ്മൾ നേരത്തെ പറഞ്ഞു സലാം പറയൽ.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇസ്ലാമിലെ അതിവിശിഷ്ടമായ സാമൂഹ്യപരമായ ഒരു കാര്യമാണ്. ഒരു സൊസൈറ്റിയിലെ സോഷ്യൽ കാര്യങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതും അത് കൂടുതൽ ഇഴയടുപ്പമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സലാം പറയൽ. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മര്യാദയാണ്. സലാം പറയുന്നതിലൂടെ പരസ്പരം സ്നേഹം വർദ്ധിക്കുകയും ബന്ധങ്ങൾ ഊഷ്മളമാവുകയും ചെയ്യും. നമ്മൾ പണ്ട് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, സലാം പറയൽ മാത്രമല്ല പരസ്പരം മുസാഫഹത്ത് കൂടി ചെയ്യണമെന്ന് മറ്റൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പറഞ്ഞ പ്രതിഫലം എന്ന് പറയുന്നത്, ഒരാൾ പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടുകൂടി തൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് കൈ പിടിച്ച് കുലുക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ പാപങ്ങൾ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ കൊഴിഞ്ഞു പോകും. നമ്മൾ ദിവസം എത്ര ആളുകളെ മനുഷ്യരെ കാണുന്നു, സലാം പറയുന്നു, പരസ്പരം മുസാഫഹത്ത് ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ കൊഴിഞ്ഞു പോകുന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബു അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബ്ബതും അഫ്ഷുസ്സലാമ ബൈനക്കും. പ്രവാചകൻ പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസികളാവാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ഒരു സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കണ്ടീഷൻ അവർ മുഅ്മിനാവുക, മുസ്ലിം ആവുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ അന്യോന്യം സ്നേഹമുള്ളവരാകാതെ നിങ്ങൾ സത്യവിശ്വാസികളാവൂല. അപ്പോൾ സത്യവിശ്വാസി ആയാലേ സ്വർഗത്തിൽ പോവുള്ളൂ. നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായാൽ മാത്രമേ നിങ്ങൾ സത്യവിശ്വാസികളാകുള്ളൂ. ഇനി നിങ്ങൾക്ക് അങ്ങനെ പരസ്പരം സ്നേഹമുള്ളവരാകുവാൻ ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ? അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായിരിക്കും. എന്താണത്? നിങ്ങൾ പരസ്പരം കാണുമ്പോൾ സലാം ചൊല്ലുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് നിങ്ങൾ പരസ്പരം കാണുമ്പോൾ സലാം ചൊല്ലുമ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹബന്ധമുള്ളവരാകും, നിങ്ങൾ മുഅ്മിനുകളാകും. അങ്ങനെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് സലാം വ്യാപിപ്പിക്കുക. അഫ്ഷുസ്സലാമ ബൈനക്കും. ഇനി മറ്റൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ താൻ തൻ്റെ ജീവിതത്തിൽ പ്രവാചകനിൽ നിന്ന് ആദ്യമായി കേട്ട വാക്കുകൾ ഇതായിരുന്നുവെന്ന് ആദ്യകാലത്ത് ജൂതനാകുകയും പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ മൂലം മുസ്ലിമായി തീരുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറിയ അബ്ദുല്ലാഹ് ഇബ്നു സലാം പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ് അഫ്ഷുസ്സലാം വഅത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. അയ്യുഹന്നാസ്, ജനങ്ങളെ, അഫ്ഷുസ്സലാമ, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. വഅത്ഇമുത് തആമ, ഭക്ഷണം കൊടുക്കുക. വസിലുൽ അർഹാം, കുടുംബബന്ധങ്ങൾ ചേർക്കുക. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, രാത്രിയിൽ ജനങ്ങളെല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുക. അപ്പോൾ എന്തായിരിക്കും? തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾ സുരക്ഷിതരായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇനി വേറൊരു കാര്യങ്ങൾ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ് സ്വർഗത്തിൽ പ്രവേശിക്കാം. മാതാപിതാക്കളുടെ കടമകളെയും കടപ്പാടുകളെയും കുറിച്ച് നമുക്ക് 3-4 ക്ലാസ്സുകൾ എടുക്കേണ്ടി വരുന്നാലും സാന്ദർഭികമായി സ്വർഗം ലഭിക്കുന്ന ഒരു വിഷയം പറയുമ്പോൾ സ്വർഗം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഗിമ അൻഫഹു സുമ്മ റഗിമ അൻഫഹു സുമ്മ റഗിമ അൻഫഹു ഖീല മൻ യാ റസൂലല്ലാഹ് ഖാല മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബരി അഹദുഹുമാ ഔ കിലാഹുമാ സുമ്മ ലം യദ്ഖുലിൽ ജന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി പറഞ്ഞൊരു കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മൂക്ക് മണ്ണിൽ കുത്തി, അതായത് തലകുത്തി വീഴട്ടെ, നശിക്കട്ടെ. അങ്ങനെ പ്രവാചകൻ 3 പ്രാവശ്യം പറഞ്ഞു. ആരെക്കുറിച്ചാണ് അത് പറഞ്ഞത്? ഒരുത്തൻ തലയും കുത്തി ഭൂമിയിലേക്ക് മറിഞ്ഞു വീഴട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂല്, കാരുണ്യത്തിൻ്റെ റസൂൽ, ഈ ലോകത്ത് അള്ളാഹു കാരുണ്യവാനായി നിയോഗിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഒരു മനുഷ്യൻ മൂക്കും കുത്തി തലയും കുത്തി വീഴട്ടെ
എന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആർക്കെതിരിലാണ് ചോദിക്കപ്പെട്ടു. പ്രവാചകരെ, ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രായമായ മാതാപിതാക്കൾ, ഒരാൾ, ഒന്നില്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ, അല്ലെങ്കിൽ അവർ രണ്ടുപേരും സംരക്ഷിക്കുവാനൊരവസരം കിട്ടിയിട്ട് അങ്ങനെ സംരക്ഷിക്കാതെ, അവരെ പരിഗണിക്കാതെ, അവരെ നോക്കാതെ, അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ നടക്കുന്ന മക്കൾ സന്തോഷിക്കണം. നമ്മുടെ പ്രായമായ ഉമ്മയെയും ഉപ്പയെയുമൊക്കെ സംരക്ഷിക്കുകയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയും സംരക്ഷിച്ചവരുമായ എല്ലാ മക്കൾക്കും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ ഈ പറയപ്പെട്ട കൂട്ടരിൽ പെട്ടിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, ഇവർ രണ്ടുപേര് അല്ലെങ്കിൽ രണ്ടിൽ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഖിദ്മത്തുകൾ ചെയ്യുക. ഉമ്മയുടെ കാലടിക്ക് താഴെയാണ് സ്വർഗമെന്ന് പ്രവാചകൻ പറഞ്ഞു. സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ നടുക്കാണ് നിന്റെ ഉപ്പ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ 2 പേർക്കും ഖിദ്മത്ത് ചെയ്യുക. അവിടെ വലിപ്പ ചെറുപ്പമോ ഒന്നും നോക്കേണ്ട. നമുക്ക് എന്തെല്ലാമാണോ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക. ഇനി മറ്റൊന്ന് യതീമിനെ സംരക്ഷിക്കലാണ്. യതീമിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ വളരെ ചെറിയ മക്കൾ, ഭാര്യ, ഇവരെല്ലാം സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയിൽ മലക്കുൽ മൗത്തിൻ്റെ കൂടെ ഉപരിയാകാശത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു മനുഷ്യൻ വിട്ടേച്ചു പോകുന്ന കുരുന്നുകളായ മക്കൾ, അത്രയും ദിവസം ഉപ്പ എന്ന് വിളിച്ചിരുന്ന മക്കൾക്ക് ആ മനുഷ്യൻ്റെ വേർപാടോടുകൂടി ഉപ്പ എന്ന് വിളിക്കാൻ ഒരു ആളില്ലാതെ വരുന്ന അവസ്ഥ. അതുവരെയും അവരുടെ കാര്യങ്ങൾ മുഴുവനും നോക്കിയിരുന്ന, ഏത് കാര്യങ്ങൾക്ക് എനിക്കെൻ്റെ ഉപ്പയുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ നിരാലംബരായ മക്കളെ വിട്ടേച്ചു പോകുന്ന മനുഷ്യൻ, വിട്ടേച്ചു പോകുന്ന മക്കൾ, യതീമാകുന്ന ആളുകളുടെ അവസ്ഥകൾ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ മക്കളെല്ലാം മഹാസൗഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവർക്ക് ഉപ്പയും ഉമ്മയുമുണ്ട്. അതില്ലാതെ പോകുന്ന ആ ദയനീയരായ മക്കൾ, അവർക്ക് സന്തോഷിക്കുവാനും അവർക്ക് കൂട്ടുകൂടുവാനും അവരുടെ കാര്യങ്ങൾ പറയുവാനൊന്നും ഒരു ഉപ്പയില്ലാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ ആ മക്കളെ അറിയിക്കാതെ നോക്കേണ്ടത് ബാക്കിയുള്ളവരുടെ കടമയാണ്. പ്രവാചകൻ പറഞ്ഞു, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ, ഞാനും നേരത്തെ പറയപ്പെട്ട സന്തോഷകരമായ കുടുംബജീവിതം നയിച്ച് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളും ഭാര്യയുമായി നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയിൽ മലക്കുൽ മൗത്തിൻ്റെ കൂടെ ഉപരിയാകാശത്തേക്ക് പോകുന്ന ആ മനുഷ്യൻ വിട്ടേച്ചു പോകുന്ന ഈ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നവർ, ഞാനും അവരും സ്വർഗത്തിൽ ഇത്രയും അടുത്തായിരിക്കും. ഈ വിരലുകൾ തമ്മിൽ എത്ര അടുത്താണോ അത്രയും അടുത്തായിരിക്കും സ്വർഗത്തിൽ ഞാനും ഈ യതീമുകളെ നോക്കുന്നവരും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഈ യതീമിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ, യതീം മക്കളെ നോക്കുന്ന വിഷയത്തിൽ പലപ്പോഴും നമ്മൾ അലസത കാണിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ സഹോദരൻ മരണപ്പെട്ടു പോയതുകൊണ്ട് എനിക്കറിയാം. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യതീമായ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ കുട്ടിയെ നമ്മൾ സ്നേഹിക്കുക, കിസ് ചെയ്യുക, അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരെ പ്രാധാന്യം കാണിക്കുക, അവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ മക്കളെ താലോലിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ചെറിയ ആ മനസ്സുകൾക്കതൊരു വിങ്ങൽ, എൻ്റെ ഉപ്പ ഇല്ലാതായി പോയി, അതുകൊണ്ട് എനിക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് ആ മക്കൾക്ക് തോന്നാത്ത രൂപത്തിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ മക്കളെക്കാളും നന്നായി നാം അവരെ നോക്കണം, നമ്മുടെ മക്കളെക്കാളും നന്നായി നാം അവരെ സ്നേഹിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് കടുപ്പമുണ്ട്, നിങ്ങൾക്ക് വളരെയധികം ഫ്രസ്ട്രേഷനും കടുപ്പവും, മനുഷ്യരോട് നിങ്ങൾ വല്ലാത്ത റഫ് ആൻഡ് ടഫ് രൂപത്തിലാണ് നിങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം ഉള്ളതെങ്കിൽ, നിങ്ങൾ യതീം കുട്ടികളുടെ തലയിൽ തടയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം വിശാലമാകും, നിങ്ങളുടെ റഫ് ആൻഡ് ടഫ് എല്ലാം മാറും. അതുകൊണ്ട് യതീം മക്കളെ തഴുകുക, തലോടുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ,
യതീമിൻ്റെ തലയിൽ തടവുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഈ സ്റ്റിഫ്നെസ്സും നിങ്ങളുടെ ഈ റഫ് ആൻഡ് ടഫും എല്ലാം മാറിക്കിട്ടും. അള്ളാഹ് പറഞ്ഞല്ലോ, ആ യതീമക്കളെക്കുറിച്ച് കവി പറഞ്ഞിട്ടുണ്ട്, പാടാവോ എന്ന് എനിക്കറിയില്ല. അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും യതീമുകൾ യതീമുകൾ. യതീമിൻ കണ്ണുനീർ തുടയ്ക്കുവാനെന്നെന്നും എത്തുന്നോരല്ലയോ പുണ്യദൂതൻ. യതീമിൻ കുമ്പിളിൽ കരുണാമൃതം തൂകും ഉത്തമരല്ലയോ പുണ്യവാന്മാർ. ആ പുണ്യവാന്മാരിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, ദോഷങ്ങൾ ചെറുതും വലുതുമായത് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയതെല്ലാം അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെട്ടവർ, നമ്മളെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ എല്ലാവർക്കും അള്ളാഹു ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ഐശ്വര്യവും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ റബ്ബുൽ ഇസ്സത്ത് നീക്കിക്കൊടുക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാട്ടിലും ജനിച്ചു വളർന്ന നാട്ടിലും ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, മുസ്ലിമായി പോയി എന്ന ഒറ്റ കാരണത്താൽ അടിമത്തത്തിലേക്കും അടിച്ചമർത്തലുകളിലേക്കും ഏർപ്പെടുന്ന, ബോംബുകൾ വർഷിക്കപ്പെട്ടുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ, വീടുകളില്ലാതെ തെരുവുകളിൽ അന്തി ഉറങ്ങുന്ന മഹാദൗർഭാഗ്യന്മാരായ അള്ളാഹുവെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അവർക്ക് നീ ഇസ്സത്തും പ്രതാപവും നൽകണമേ തമ്പുരാനെ. അവർക്ക് അവരുടെ വീടും രാജ്യവും തിരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ബർക്കത്ത് നൽകണ തമ്പുരാനെ. അള്ളാഹു നിൻ്റെ മഹത്തായ റഹ്മത്ത് നീ ഞങ്ങൾക്ക് എത്തിച്ചേരണ തമ്പുരാനെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓ ചോദിക്കോളൂ. അറിയാം.